നമ്മുടെ ഭൂമിയിലെ ഓരോ ചെറുമാറ്റത്തെയും നാസ ISRO സംയുക്ത ഉപഗ്രഹം അടുത്തറിയും. ഉപഗ്രഹത്തിലെ L ബാൻഡ്, S ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകൾ ഇതുവരെ സാധ്യമല്ലാതിരുന്ന തരം ഭൗമ നിരീക്ഷണമാണ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഭൂമിയുടെ പ്രതലത്തിലെ ചെറുമാറ്റങ്ങൾ പോലും തിരിച്ചറിയും. ഉരുൾപൊട്ടലുകളെയും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളെയും ഭൂകമ്പങ്ങളെയും സുനാമികളെയും വരെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ NISR സഹായിക്കും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും മുന്നൊരുക്കങ്ങളിലും ഈ വിവരങ്ങൾ നിർണായകമാകും. കടലിലെയും കാടുകളിലെയും കൃഷിഭൂമികളെയും മാറ്റങ്ങളെ നിരീക്ഷിക്കാനും കാലാവസ്ഥാ വ്യതിയാനമുണ്ടാക്കുന്ന മാറ്റങ്ങളെ അടുത്തറിയാനും ഉപഗ്രഹത്തിലൂടെ സാധിക്കും. NISRന്റെ 12 മീറ്റർ വ്യാസമുള്ള റഡാർ റിഫ്ലക്ടർ വിടർത്തി തുടങ്ങുക ഇന്നേക്ക് 10ാം ദിവസമാണ്. കുട പൂർണ്ണമായി നിവരാൻ 8 ദിവസമെടുക്കും. ആകെ 90 ദിവസമെടുത്താണ് ഉപഗ്രഹം കമ്മീഷൻ ചെയ്യുക. പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ 12 ദിവസത്തെ ഇടവേളയിൽ ഭൂഗോളത്തെയാകെ NISR റഡാറുകൾ ഒപ്പിയെടുക്കും. ദിവസവും 80 ടെറാബൈറ്റ് ഡാറ്റയാണ് ഉപഗ്രഹം ഭൂമിയിലേക്ക് അയക്കുക. ഈ വിവരങ്ങൾ സൗജന്യമായി ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് ലഭ്യമാക്കും. നാസയും ISROയും ഇതിനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇരു ബഹിരാകാശ ഏജൻസികളും തമ്മിലുള്ള സഹകരണം ഈ ദൗത്യത്തോടെ കൂടുതൽ ബലപ്പെടുകയുമാണ്.